ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായിട്ടോ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്, ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഇന്ന് ലീവുമാണ്. അപ്പോൾ കുറച്ച് വൈകിപ്പോയി എഴുന്നേക്കാനായിട്ട്. ഇന്നലെ വാങ്ങിച്ച ദോശമാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, ദോശമാവല്ല ഇഡ്ഡലി മാവ്. അപ്പോൾ അതിലേക്ക് കുറച്ച് റവയും കൂടി ചേർത്തിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് രാവിലെ കഴിക്കാനായിട്ട്. പിന്നെ ദേ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട്, അത് തിളച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ദേ ഉച്ചത്തേക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അഖിൽ വാങ്ങി തന്നാണേ. അഖിൽ പോണതിന് മുമ്പ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ഐസ് പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരമായി വാങ്ങിയിട്ട്. പിന്നെ ദേ ദോശ ചുടാൻ പോവുകയാണേ. അതിനിടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പീലിമോളും കുഞ്ഞാവയും ഉണർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട പാല് കുപ്പിയിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് കുടിച്ചുകൊണ്ട് കിടക്കുവാണേ. പിന്നെ ദേ മോൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി കഴിക്കാനായിട്ട് ആയോ എന്നൊക്കെ നോക്കി അങ്ങനെ നിൽക്കുവാണ്. ദോശക്ക് കൂട്ട് ഇന്നലെ ചട്നിപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, എന്നാണെങ്കിലും ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ദോശയ്ക്ക് ചട്നിപ്പൊടിയും കൂട്ടി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ മോന് കഴിക്കാനായിട്ട് ദോശ എടുത്തു അവന് കൊണ്ടുപോയി കൊടുക്കുവാണ്. ദോശ കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും മോൻ്റെ ഒരു നോട്ടം കണ്ട ഇത്രയും നേരമായിട്ടും വൈകിപ്പോയിട്ടാണ്. ഞാൻ എങ്ങനെയൊക്കെ വന്നാലും 10 മണിയാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ അവൻ കഴിക്കാൻ വന്നിരുന്നു. ഞാൻ ദേ കിച്ചണിലേക്ക് പോകുന്നു കേട്ടോ. അരി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ചിക്കൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ട്, അത് കഴുകി റെഡിയാക്കി എടുത്തിട്ട് മസാല പറ്റി വെക്കാൻ പോവുകയാണ്. ഞാനൊരു പാക്കറ്റ് ചിക്കൻ മസാലപ്പൊടിയും പിന്നെ ഒരു പാക്കറ്റ് ചിക്കൻ കബാബ് ചിക്കൻ 65 ആ ഒരു മസാലപ്പൊടിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനിത് കഴിച്ചിട്ടുമില്ല. അപ്പോൾ അതിലെ ആ റെസിപ്പി ഉണ്ടല്ലോ, അത് നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എൻ്റെ പൊട്ടക്കണ്ണ് വെച്ച് നോക്കിയിട്ട് റെസിപ്പി ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടേ എല്ലില്ലാത്ത കുറച്ച് പീസുകൾ അതിനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഇത് കറി വെക്കാനായിട്ട് എല്ലുള്ള പീസും എടുത്തിട്ട് അതിൽ ചിക്കൻ മസാലപ്പൊടി പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ചിക്കൻ മസാലയും. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി പുരട്ടി അവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ കബാബ് മസാലയില്ലേ, അതിൻ്റെ ആ റെസിപ്പി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അതിൽ 2 എഗ്ഗ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനതങ്ങ് മാറ്റി, ആ പ്ലാൻ അങ്ങ് മാറ്റിയിട്ടേ നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത പീസില്ലേ, അതിലേക്ക് നമ്മുടെ കബാബ് മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടോ നമ്മുടെ 2 ചിക്കനും മസാലയൊക്കെ പുരട്ടി അവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് തുടച്ചിട്ട് കേട്ടോ, എന്താണെന്നറിയാമോ, ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണയൊക്കെ അവിടെ വീണിട്ടുണ്ട്. അതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് കറി വെക്കാനുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, പിന്നെന്താ നമ്മുടെ വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് തൊണ്ടൊക്കെ പൊളിച്ചെടുത്തു. കസേരയിലേക്ക് ഇരുന്നാണ് കേട്ടോ പൊളിച്ചെടുക്കുന്ന, വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റാൻഡ് ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കസേരയിൽ പോയിരുന്നിട്ട് കിട്ടുന്ന രീതിയിലൊക്കെ സ്റ്റാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അരിഞ്ഞെടുക്കുവാണ്. പിന്നെ അത് കുറച്ച് സവാള ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പുതിയ സ്റ്റൈലൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ്, കറി എന്താവോ എന്തോ എനിക്കറിയില്ല. അങ്ങനെ സവാള വറുത്ത് കോരി അതേ ചട്ടിയിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കൊച്ചുള്ളി എല്ലാം ഇട്ട് കൊടുത്തു. പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴേക്കും കുഞ്ഞാവ് പരാതിപ്പെട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിയായ പീലിമോള് കുഞ്ഞാവൻ എന്തോ ചെയ്തു എന്നായിരുന്നു കേട്ടോ കുഞ്ഞാവയുടെ പരാതി. അങ്ങനെ കുഞ്ഞാവനെ എടുത്തുകൊണ്ട് ഞാനിത് സവാള വഴറ്റിയെടുത്തു. സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റി, അതും കൂടി വഴന്ന് വന്നപ്പോഴേക്കും നമ്മുടെ മസാല പറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചു. എന്നിട്ട് നമ്മുടെ കുഞ്ഞു അവനെ പല്ലേപ്പിക്കാനായിട്ട് പോവുകയാണ്.
ഞാൻ പോയ തക്കം നോക്കി ഒരാളവിടെ വന്ന് ഒളിഞ്ഞ് നോക്കുന്നത് കണ്ടു. അവൻ കറിയായോ നോക്കാൻ വന്നാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞു അവിടെ പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേക്കും കറി ഒരുവിധം നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. നമ്മുടെ മസാല പരട്ടി വെച്ച ആ പാത്രമില്ല, അതൊന്ന് കഴുകി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും പിന്നെ നമ്മുടെ കബാബ് ചിക്കൻ മസാല ഇല്ലേ, അതും കൂടി കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി എന്താവും എന്നറിയില്ല. അങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് മോന് കൊടുത്തപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കറി ഏകദേശമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെച്ചില്ലേ, ആ സവാളയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി മീതെ തൂവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ചിക്കൻ കബാബ് മസാലപ്പൊടി ഇല്ലേ, അതിട്ടിട്ട് നമ്മുടെ കറിക്ക് ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ട്. ഇനി ടേസ്റ്റിൻ്റെ കാര്യം കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ കറി ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചോറില്ലേ, അതൊന്നും കൂടി തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ചോറ് ഇരുന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് ഇറക്കി വെച്ചു. ചോറായിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് പാത്രങ്ങളുണ്ട്. ചിക്കൻ മസാല പറ്റി വെച്ചില്ലേ, ആ ഒരു ഉരുളിയുണ്ട്, അത് തേച്ച് കഴുകിയെടുത്തു. പിന്നെ അതേ നമ്മുടെ സിങ്കും കൂടി ഒന്ന് തേച്ച് കഴുകിയിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോറ് വാർക്കണം. അങ്ങനെ ഇതേ ചോറും കൂടി വാർത്തിട്ടു. എന്നിട്ട് നമ്മുടെ കിച്ചണൊന്ന് തുടച്ചിടട്ടെ കേട്ടോ. ബാക്കി റൂമും ഹോളൊക്കെ നേരത്തെ രാവിലെ തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു. കിച്ചൺ എന്താണെങ്കിലും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദേ ഇനി നമ്മുടെ കബാബ് ചിക്കൻ അവിടെ മസാല പരട്ടി വെച്ചിട്ടില്ലേ, അതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും എന്താവോ അറിയില്ല. അങ്ങനെ കബാബ് ചിക്കൻ, എൻ്റെ കബാബ് ചിക്കൻ ഇതാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയും കബാബ് ചിക്കനും എല്ലാം കൂട്ടി ഉച്ചത്തെ ഊണും കഴിച്ചു. കുറച്ച് നേരം പോയി വിശ്രമിച്ചു. അതിനുശേഷം കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് പുറത്തിടുന്നത് മാത്രം കേട്ടോ, അത് ഞാൻ മെഷീനിൽ ഇടാറില്ല. അതുമാത്രമല്ല വെള്ള ഷോൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ലെഗിൻസ് ഉണ്ടായിരുന്നു, ഒരു ചുരി ബോട്ടം ഉണ്ടായിരുന്നു. വെള്ള ആയതുകൊണ്ട് അത് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചേക്കും. എന്നിട്ടോ അതൊന്ന് അലക്കിയെടുത്തു. അലക്കി വിരിക്കാനുള്ള സമയമില്ല, വെയിലൊക്കെ പോയി കേട്ടോ. പിന്നെ അത് മിഷ്യത്തിലേക്ക് ഇട്ട് ഒന്ന് ഉണക്കിയെടുക്കുവാണേ. പിന്നെ ഇതേ നമ്മുടെ കിഴക്ക് വശമില്ലേ, അവിടെ കുറച്ച് പുല്ല് പിടിച്ച് നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അതൊന്ന് പറിച്ച് കളയണമെന്ന് വിചാരിക്കുന്നു. അതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3 മണിയൊക്കെ ആയപ്പോഴേക്കും മോളും കുഞ്ഞുങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ പുല്ല് പറിക്കാനും മുറ്റൊടിക്കാനൊക്കെ വന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. മോൻ്റെ മുടി ഒന്ന് വെട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ, അതും കഴിഞ്ഞ് വന്നു. പിന്നെ ഇതേ കൊത്തുണി വിരിച്ചിട്ടിട്ട് അപ്പോഴേക്കും 8 മണിയായിട്ടോ. പിന്നെ ഇതേ ഞാനും മോനും ഫുഡ് കഴിക്കുവാണേ. രാത്രിയിലത്തെ ഉച്ചക്കത്തെ നമ്മുടെ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ, വേറെ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല. ഊണൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചു. അങ്ങനെ ദേ അടുക്കള മൊത്തം ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ദേ ഉറങ്ങാൻ പോവുമല്ല, വീഡിയോയിൽ ഞാൻ ഉറങ്ങാൻ പോവാണ്. പക്ഷെ കുറച്ച് പണിയും കൂടിയുണ്ട്. നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യട്ടെ കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണാവേ. ബൈ.